ഇതാരുടെ പെട്ടിയാ? ഇതാരുടെ പെട്ടിയാ? എന്തുവാ ഇതൊക്കെ ആരുടെയാ? അതെന്റെ കാർത്യായനിയുടെ. എന്തുവാ ആരുടെയാ? കാർത്യായനിയുടെ. കാർത്യായനിയുടെ. എന്തുവാ ഇത്? ഇതിനകത്ത് എന്തുവാ? ഇത് ആരുടെ ഇതിനകത്ത്? ഇതൊന്ന് കാണിച്ചേ, ഒന്ന് നോക്കോട്ടെ. ഇത് ഒന്ന് തുറന്ന് കാണിച്ചേ. ഇതിനകത്തിരിക്കുന്ന തുണികളൊക്കെ ഒന്ന് കാണിച്ചേ. ഒന്നും മോശമില്ല. എന്തോ കാര്യമില്ല. ഞാൻ ഒരു തുണികളും മോശമില്ല. ഇത് സഞ്ചിയോ? ഇതെന്തിനാ എടുത്ത് വെച്ചേക്കുന്നത്? അതും മറ്റു സൂക്ഷിച്ച് മാറുമോളെ, നീ തൊടലേ. ആ എന്തുവാ ഇത്? എന്റെ പൊന്നോ, ഇതൊക്കെ ആരുടെയാ? നോക്ക്. ആരുടെയാ ഇതൊക്കെ? ഇതൊക്കെ കാർത്യായനിയുടെയാ. നോക്ക്, തുണി ഇല്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ കിടക്കുന്ന. കണ്ടോ? കണ്ടോ? ഇതൊക്കെ ആർക്ക് കൊടുക്കാൻ വെച്ചേക്കോ? അതുകൂടെ ഒന്ന് പറ. എന്റെ പൊന്നോ, ചില്ലറ തെറിയല്ല ഞാൻ കേട്ടത്. ഞാൻ ചത്തുപോയാലും ഇതാണ്ട് അതിന്റെ കളർ വരെ പോയി. മാറുന്നില്ലേ? അതൊന്ന് കാണിക്കട്ടെ. ഞാൻ ചെറിയ തെറിയല്ല ഇതിന് കേട്ടത്. കാണിക്കാതെ ഇങ്ങനെ പുറം ലോകം കാണിക്കാതെ വെച്ചേക്കുവാ. അതെന്താണ്? പുതിയ കൈ. ഇത് ഏത് വർഷത്തിൽ മേടിച്ചേ? അത് പറ. ഇത് ഏത് വർഷത്തിൽ മേടിച്ചതാ? വർഷമൊക്കെ ആയതാ. എന്നാലും 2020 2012 വല്ലോ വന്നോ? ഇത് നോക്ക്. അതാരുടെയാ? സുഭാഷിന്റെ കല്യാണത്തിന് അവൻ മേടിച്ചു വന്നതാ. സുഭാഷിന്റെ കല്യാണത്തിന്. സുഭാഷിന് ഇപ്പം മക്കള് രണ്ടുണ്ടറിയോ? എങ്ങനെയാന്നോ? കണ്ടോ? കണ്ട്. അല്ല, ഈ ഒരു പെട്ടി ഒന്ന് തുറന്നു കിട്ടാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവായിരുന്നു. ഇത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ആരാണ്ടാ? സിൽക്കായത്. സിൽക്ക്. അതോ? ഇത് നമ്മുടെ ഒരു കാല ഓണത്തിന് നിങ്ങൾ തന്നെ മേടിച്ചു തന്നെ. ഇതും അത് തന്നെ. കണ്ടോ? മുണ്ടും തുണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. കൊറേ ഓണം ഉണ്ട് തുണികളായതല്ല. ആരും ഞാനല്ല, വേറെ ആരായാലുവേ. അതാ വരുന്നല്ലോ അളിയൻ. അളിയന്മാരൊക്കെ ഇതിനകത്ത് കയറി ഇരിക്കുവോ? വെറുതെ ആണോ? ഒന്നാന്തരം കയ്യിലും തോർന്നു. ഇത് ഏത് വർഷത്തെയാ? എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഇത് ടിഫാനി ജനിച്ചപ്പോഴെങ്ങാണ്ടുള്ളതെന്ന് തോന്നുന്നു. ആയിരിക്കും. കേട്ടോ? കേട്ടതാ. നോക്ക് മുണ്ടു തുണി എനിക്ക് വെച്ചേക്കുന്നു. നോക്ക്. കണ്ട് ഞാൻ കണ്ണ് നിറച്ച് കണ്ട്. എനിക്ക് തുണി ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ ഈ കൊലത്തെ നടക്കുന്നത്? അല്ല, അത് ഇതിനകത്ത് കയറ്റി വെച്ചാ അറിയോ? ഞാൻ പോലും ഇപ്പഴാ കാണുന്നത് ഇത്രയൊക്കെ ഉണ്ടെന്ന്. അതല്ല, എനിക്ക് എല്ലാവരുടെയും കൂട്ടി അത് എടുത്തുകൊടുത്ത് ഇത് കൊടുത്തിട്ട് നിന്റെ വീട്ടിലെങ്ങാനും കാശോല്ലോ ഉണ്ടോ നോക്ക് ലക്ഷങ്ങൾ കാണും. അതൊന്നും കാണില്ല. പിന്നെ വന്നാ 1 രൂപയോ 50 പൈസയോ കാണും. പല്ലിമുട്ടയൊക്കെ കിടക്കുന്നത്. ദൈവമേ, ഓടുന്നു. പല്ലിയുടെ മുട്ട എനിക്ക് എടുത്ത് കളയാ. പേപ്പറോടൊക്കെ മടക്കിക്കോ. അല്ല, കൊല്ലല്ലേ അതിനെ? അയ്യോ, ഞാൻ കൊല്ലത്തില്ല അതിനെ. വളർത്താൻ പോവാണോ? അല്ല, പല്ലിമുട്ട എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്? അതെടുത്ത് ഇതിലിടാ. അയ്യേ, ഇതിനകത്ത് കിടന്ന് വളർന്നോട്ടെന്നോ? ചമ്മ പല്ലിയാ. അറിയോ? മതി. സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷമായി. തൂത്ത് ഉടച്ച് വീണ്ടും ഇനി ഇതെല്ലാം അതിനകത്ത് കയറ്റാൻ പോകുന്ന. ഇതിനകത്തുനിന്നൊരു മുണ്ട് എനിക്ക് തരുമോ? എനിക്ക് തരുമോ ഇതിനകത്തുനിന്നൊരു മുണ്ട്? കേട്ടില്ല. ഓണത്തിന് ഉടുക്കാനേ എനിക്ക് ഇതിനകത്തുനിന്നൊരു എടുത്തോളാനോ? എല്ലാം എടുത്തോളാനോ? അച്ചാമ്മയ്ക്കോ? എനിക്കെന്താ, എനിക്ക് അന്നേരം ഇതിന് 4 ഇരട്ടി എൻ്റെ അത്തിൻ്റെ എനിക്ക് അന്നേരം കിട്ടും. കൊണ്ടുവരും. അത് നിന്നെ ഏൽപ്പിക്കാം. ആണോ? ചത്തില്ല പോരായോ? വേണ്ട, അത് ഇതിനകത്ത് ഇരുന്നോട്ടെ, പുറം ലോകം കാണാതെ. ദൈവമേ, ആ മുണ്ടൽ, ആ നേരിയതും മുണ്ടും എല്ലാം ശ്വാസം മുട്ടി ഇരുന്നതായിരിക്കും അതിനകത്ത്. ഒരു മിനിറ്റ്, ഈ പേപ്പറിന്റെ വർഷം ഒന്ന് നോക്കട്ടെ. ഈ വർഷമൊന്നും ഇല്ല ഇതിനകത്ത്. നോക്കട്ടെ, ഇത് ഏത് വർഷത്തെ പേപ്പറാന്ന് നോക്കട്ടെ. വർഷവും ഇല്ലയോ? 2018 ജൂലൈ. 2018 ജൂലൈയിലെ പേപ്പറാണ് ഈ വെച്ചേക്കുന്നത്. ഇപ്പൊ 2026. ഇതെല്ലാം 2018 അല്ലാണ്ട്
എത്ര വർഷമായി മക്കളെ? എന്തോ എത്ര വർഷമായി? ഇപ്പൊ 8 വർഷമായില്ലേ? ആ എനിക്കറിഞ്ഞുണ്ടല്ലോ, നോക്ക്. ശരിയാണോ? ആ ശരിയാ ശരിയാ. എന്നാലും ഉണ്ടല്ലോ. എന്നാലും ഉണ്ട്. എല്ലാ വകകളും ഇതിനകത്തുണ്ടല്ലോ. ആ ഉണ്ട്. അന്നേരം ഒരാപത്തായ ഓടിപ്പോയി മേടിച്ചില്ലേലും ഇതിനകത്ത് കൈകാര്യം ചെയ്യാറുണ്ട്. എൻ്റെ പൊന്നച്ചമ്മ, ഈ ഓണത്തിനെങ്കിലും ഇതിനകത്തുനിന്ന് ഒരു മുണ്ടെടുത്ത് ഉടുക്കണേ. ആ അതൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ജീവനോടുണ്ടെങ്കിൽ ആ ഇല്ലെങ്കിൽ ആ അതുപോലെ അത് മതി അത് മതി. എന്നാലും എന്തോ സെറ്റ്, അടിപൊളി സെറ്റ് മുണ്ടൊക്കെയാ. ഇത് കണ്ടോ? നോക്കട്ടെ. ഇത് രണ്ടും ആരാ? ആ ഇത് ഒന്ന് മധു, പിന്നൊന്ന് മോഹൻലാല്. അതാ ഞാൻ പറഞ്ഞു. കണ്ടോ? ഇതാരാ? അതാരാ? അത് മോഹൻലാലിന്റെ മോനാ, പ്രണവ് മോഹൻലാൽ. ആണോ? ആ ഇത്രയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടാ പോരെ? മതി മതി. നോക്ക്, ഒരു കെട്ട് തുണി അടുക്കി പിടിച്ചോണ്ടിരിക്കുന്ന കാത്തു. അല്ല, കാത്തൂര് തുണിയില്ലാഞ്ഞിട്ടാ കാത്തു നടക്കുന്നു. വേണ്ടേ? അല്ല, കാത്തുവിന്റെ നടത്ത കണ്ടാ തോന്നുന്നു ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുവാണെന്നേ. വേണ്ടേ? കയ്യിലും തോർത്തു. കയ്യിലും തോർത്തും. ആ ഇത് കൊടുക്കണം. അതിപ്പോഴല്ല, പിന്നെപ്പോഴാ? അല്ല അവിടെ ഇരിക്കട്ടെ. അല്ല പിന്നെ എപ്പോഴാ ഇത് കൊടുക്കുന്നേ? അത് ഈ മൂത്ര ഒഴുക്കൊക്കെ നിൽക്കട്ടെ മോളെ. അങ്ങ് ഒലിച്ചോണ്ട് നടക്കുമ്പോഴേ ആരുടെ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഒരു അത്യാവശ്യം ഒന്നും ഉണ്ടാകും, നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉണ്ടല്ലോ. ഓക്കെ. എന്തുവാ നിങ്ങളുടെ സ്ഥിതി അല്ലല്ലോ എൻ്റെ. ഈ പെട്ടി ഒന്ന് തുറന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ പൊന്നോ. ഡബിളാ? ആ എൻ്റെ ഡബിള് കുമ്പിടി നൂല് വലിച്ചു വലിച്ചു തരിക. ഉണ്ടോ? ഇപ്പൊ പറഞ്ഞേ, ആരും പറഞ്ഞല്ലേ? അല്ല. അതുപോലെ ഓരോന്നും വേണ്ടേ? ഇതുണ്ടോ? അതൊന്നാം തരം സെറ്റാ. നോക്ക് നീ. പച്ചക്കര എല്ലാ കരയും ഉണ്ട്. നീലക്കരയുണ്ട്, പച്ചക്കരയുണ്ട്, ചുവലക്കരയുണ്ട്, സ്വർണ്ണക്കരയുണ്ട്. ഞാൻ നോക്കി. ഒന്നാം തരം വെള്ളക്കൈലി. മതി. എടുത്തു വെച്ചോ. ഞാൻ ഇല്ലാത്തപ്പോ ഇതിനകത്ത് ഓപ്പൺ ഔട്ട് ചെയ്യല്ലേ? ഞാനൊന്നും ചെയ്യുന്നില്ല, ഒരു ഓപ്പൺ ഔട്ടിനും വരുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഞാൻ ഇത് ഓപ്പൺ ഔട്ട് ചെയ്യാൻ വന്നോ? ഞാൻ വന്നോ ഓപ്പൺ ഔട്ട് ചെയ്യാൻ? പറയൂ. അല്ല, ഞാൻ പിള്ളേർക്ക് പാവാട എന്തെങ്കിലും കണ്ടു. അത് ഞാൻ പാവാട തയ്ക്കൊന്നും പറഞ്ഞില്ല. ഇത് തൊടിയിക്കാത്ത ഞങ്ങളെ കൊണ്ട് കണ്ടോ? നീ ഇപ്പൊ കണ്ടോ? ഞാൻ കണ്ടു. ഇത് ശരിക്കുമുണ്ടാ? ഞാനൊന്നും നശിപ്പിച്ചോ? ഇല്ല. നിങ്ങൾക്ക് നാളെ ഉപകരിക്കത്തക്ക രീതിയിലല്ലേ വെച്ചിരുന്നേ? എനിക്ക് ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഉപകാരമല്ലയോ ഇപ്പൊ ഈ കുറച്ച് ദിവസം മുമ്പ് ചെയ്തു തന്നെ. ഇതുണ്ടോ? ഇത് സെറ്റാ, മുട്ടല്ല കശവ് സെറ്റുകൾ. അയ്യോ അതല്ല ചമ്മ, ഇപ്പൊ കരുനാഗപ്പള്ളി ഈ കസവിന്റെ മുണ്ടൊക്കെ കൊണ്ട് കൊടുത്താലേ ഒരു കാശ് തരുമായിരുന്നു. അവിടെ കൊണ്ട് കൊടുക്കട്ടെ ഇതൊക്കെ? വേണ്ട. നല്ല പൈസ കിട്ടുമെന്ന്. വേണ്ട പൈസ അതല്ല അച്ഛമ്മ ഉടുക്കത്തില്ലല്ലോ, പിന്നെന്തിനാ? ഉടുക്കുക. ഇത് കണ്ടോ? സൂപ്പർ മുണ്ടൊക്കെ ആയിരുന്നു. നീ അങ്ങ് പറഞ്ഞോ. അവിടെ വെച്ചേരാ, അനക്കണ്ട. അത് അവിടെ ഇരുന്ന് മുണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കട്ടെ. ഇതങ്ങാണ്ട് ഒരു വട്ടം അങ്ങോട്ട് ഉടുത്തയാന്ന് തോന്നുന്നു. ആ എനിക്ക് തോന്നുന്നു ഇത് സുഭാഷണന്റെ കല്യാണത്തിനെങ്ങാണ്ട് ഉടുത്തായിരിക്കും. 6 വർഷം മുമ്പ് ഇല്ലേ? ആയിരിക്കും. ഇതാര് മേടിച്ചെന്നെയാ? സരസമ്മ മേടിച്ചത്. അതിന്റെ കൂടെ ഒരു ഉടുപ്പുണ്ടായിരുന്നു, ഉടുപ്പിന്റെ ഉണി ഉണ്ടായിരുന്നു. അല്ലെ പച്ചേ? അതവള് അതിന്റെ കൂടെ വാങ്ങിച്ചു തന്നു. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ അമുണ്ട് ഇതുവരെ നോക്കിയില്ലേ? അല്ലേ, ഞാൻ ഓരോ കാര്യം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ നിങ്ങളുടെയൊക്കെ കൂട്ടാൻ ഈ പെട്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. വെച്ചോ, കൊണ്ടുപോയി വെച്ചോ. എനിക്ക് സന്തോഷമുള്ളൂ മോളെ. ആന്നില്ലയോ? ഇത് നോക്ക്, ഇതെല്ലാം കശവുമുണ്ടുകളാ.
പണ്ട് നീ ഞാനില്ലാത്തപ്പോ എടുക്കും കൊച്ചുങ്ങൾക്ക് പാവാടയ്ക്ക്. ഇതിലില്ലേ ആ ശരിയാണോ? ആ ശരിയാ. കൊച്ചുങ്ങൾക്ക് പാവാടയ്ക്കല്ല, എനിക്ക് പാവാട ഉടുപ്പം തയ്ക്കാം. ആ അതായത് നോക്ക്, തുണിയൊക്കെ ഉണ്ടോ? ഇല്ലയോ? തുണിയൊക്കെ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ വല്ലതും നശിപ്പിച്ചോ മോളെ? എല്ലാം അന്തസ്സായിട്ട് ഇരിപ്പില്ലയോ? എല്ലാം അന്തസ്സായിട്ട് ഇരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. കണ്ണ് നിറയുന്നുണ്ട്. ഇതിന് എന്തിനാ കണ്ണ് നിറയുന്നത്? ഇത് തോർത്ത് മെനഞ്ഞാന്നോ 2 ദിവസം മുമ്പില്ലേ തോർത്തില്ലെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് നിലവിളിച്ചു. കണ്ണൊക്കെ നിറയും, അത് വേറെ കാര്യം. അത് ഞാൻ ചാവുമ്പോഴാണ് കണ്ണ് നിറയുന്നത്. ഇപ്പൊ കണ്ണ് നിറയേണ്ട കാര്യമില്ല, ഇപ്പൊ സന്തോഷിച്ച് ചിരിച്ചാ മതി. എന്താ അല്ലയോ? ആണോ? അങ്ങനെയല്ലയോ? അങ്ങനാ. കണ്ട് 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 കൊതി കൊണ്ട് നിന്ന കുയിലേ. ആന്ന് തോർത്തില്ലെന്നും പറഞ്ഞു ഞാൻ എൻ്റെ തലപ്പൊന്ന് അടിപ്പിച്ചു. ഇനി ഉണ്ടോ? ഞാൻ അടിച്ചോണ്ട് തരാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ താ. വിശ്വാസം ഉണ്ടോ? പിന്നെന്താ, മുട്ടൻ തോർത്ത ഇതന്നെ. അത് നോക്ക്, മുട്ടൻ തോർത്ത ഇത്. അപ്പൊ ഇത് കൊണ്ടുപോയി വെളി വെക്കാനോ? ആ വെച്ച് വിരിഞ്ഞു പോട്ടെ, നമ്മളതിനെ ദ്രോഹിക്കണ്ടല്ലോ മക്കളെ. വിരിഞ്ഞങ്ങ് പോട്ടെ. ഒന്നിനെയും നമുക്ക് മക്കളെ. എന്നാ ഞാൻ കാര്യം പറയട്ടെ, ഇതോ പെട്ടിക്കകത്ത് വെക്കട്ടെ? വേണ്ട, പിന്നെ നീ പെട്ടിക്കകത്ത് വെക്കണ്ട. വെളിയിലെങ്ങാനും വെയ്യ് കളയാനോ? പിന്നെ കളയല്ലാതെ വിരിഞ്ഞോളൂ. അതുകൂടെ അതിനകത്ത് വെച്ചേരെ. ഇതെങ്ങനെയാ? അത് അച്ഛമ്മ പെട്ടിക്കകത്ത് വെച്ചേരെ, വേറെ എവിടെ വെക്കാനാ? അയ്യോ അല്ല, എവിടെങ്കിലും തൂക്കിയിടണം. ഇനി അങ്ങനെ വെച്ച് വീർപ്പ് മുട്ടിക്കുന്ന എന്തിനാക്കളും. അച്ഛമ്മക്ക് ഇഷ്ടമുള്ളടത്ത് തൂക്കിയിട്ടോ, ഞാനൊരു ആണി അടിച്ചു തരാം. നിനക്ക് എവിടെ ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെ മുഖം കാണണ എന്നും എപ്പോഴും ആ രീതിയിൽ ഞാൻ താഴ്മാടം വരെ. എന്താ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അത് തുടയ്ക്കണം. തുടയ്ക്കുവോ? തുടയ്ക്കാം. ഒന്ന് തുടച്ച് രണ്ടിതണ്ട പൊടിയൊക്കെ കയറിയിരിക്കുന്നു. തുടച്ച് ഒരു കുറ്റി അടിച്ച് അവിടെ ഇട്ടേരും. ശരി, ഇട്ടേക്കുവോ? ഇട്ടേക്കാം. കണ്ടാൽ മതിയല്ലോ. മതി. ഇത് കണ്ടോ? ഇതുണ്ടോടാ? പൊടിയാ. വല്ലപ്പോഴെങ്കിലൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വയ്ക്കണം. എന്തോ? ഒന്നുമില്ല. ഇതുണ്ടോ? തൂത്ത് അടയ്ക്കാൻ എന്തെല്ലാം ഞാൻ ഇതിനകത്ത് ഞാൻ കയ്യോട് വെക്കാം. ഇനിയെ കൊണ്ട് പറ്റും. അടച്ചേ, പെട്ടി അടച്ചേരെ. ഇത് കണ്ടോ? പെട്ടി ഇങ്ങനെ തുറന്നു വെച്ചേക്കാന്നോ? അല്ല, അടയ്ക്കണം. അടയ്ക്കാൻ ഇത് തുടയ്ക്കണം. ഇത് തുടച്ച് തൂക്കണം. ഒരാണി അടിച്ച് അങ്ങേര് തൂക്കിയിടണം ആദ്യം. ചേട്ടൻ നോക്കിയാൽ നീ എന്ത് ഭംഗിക്കാരൻ. എന്ത് ഭംഗിക്കാരൻ. പിന്നെ ഓടക്കൊഴലുമായി വന്നവൻ ഇന്നലെ ഓമനപ്പാട്ടുകൾ പാടാം. പാടത്തിന്മേലെ തണലിലിരുന്നവൻ പാടാത്ത പാട്ടുകളില്ല.